എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്നൊരു എവിക്ഷൻ നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ലാലേട്ടന്റെ കഴിഞ്ഞ ആഴ്ചത്തെ രണ്ടാമത്തെ എപ്പിസോഡിനകത്ത് ഒരു എവിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം ശൈത്യയുടെ അടുത്ത് എത്തിച്ചിട്ട് സേവ്ഡ് ആക്കിയതായിരുന്നു. പക്ഷെ ഇത്തവണ ശൈത്യയ്ക്ക് ആ ഭാഗ്യമില്ല എന്നാണോ തോന്നുന്നത്? എന്തായാലും ശൈത്യ അല്ലെങ്കിൽ ശാരിക, ഇതിൽ ആരും ഒരാൾ എവിക്റ്റ് ആകുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും ശാരികയുടെ പേരാണ് പറയുന്നത്. പിന്നെ അനുമോളുടെ കരച്ചിൽ ലാസ്റ്റ് കാണുമ്പോൾ ശൈത്യ ആണോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. പക്ഷേ ശൈത്യ ആണെങ്കിലും ശാരികയാണെങ്കിലും ഇനി റെന ഫാത്തിമ ആണെങ്കിലും ഇനി ജിസേൽ ആണെങ്കിലും ആര് പോയാലും അനുമോൾക്ക് ഇതേ കരച്ചിലുണ്ടല്ലോ. അതുകൊണ്ട് അനുമോളുടെ കരച്ചിൽ വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. എന്തായാലും ശൈത്യ അല്ലെങ്കിൽ ശാരിക തന്നെയാണ്. ശാരികയ്ക്ക് വോട്ടടിസ്ഥാനത്തിൽ നോക്കുവാണെങ്കിൽ ശാരികയ്ക്ക് വോട്ട് നല്ല കുറവുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്തായാലും ഒരു എവിക്ഷൻ, അത് 100% ഉറപ്പാണ്. എവിക്ഷന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. അതും അത്ര ഈസി ആയിട്ടല്ല എവിക്റ്റ് ചെയ്യുന്നത്. സാധാരണ നമുക്ക് ഇപ്പൊ ഇന്നലെ സരികയുടെ കേസ് എടുക്കുകയാണെങ്കിൽ വളരെ നൈസായിട്ട് വലിയ ശല്യങ്ങളൊന്നും ഇല്ലാത്തൊരു എവിക്ഷൻ ആയിരുന്നു ഇന്നലെ സരികയുടെ കാര്യത്തിൽ സംഭവിച്ചത്. അതായത് ഒരു ബസർ അടിക്കുന്നു, അപ്പോഴത്തേക്കും സരിക അവിടെ നിൽക്കുകയായിരുന്നു. അപ്പൊ ലാലേട്ട പറഞ്ഞ എന്നാ അവിടെ നിന്നതല്ലേ, പോയി അതെന്തുവാ നോക്കിയിട്ട് വാ, സ്റ്റോർ റൂമിൽ പോയിട്ട് വാ. സ്റ്റോർ റൂമിലോട്ട് ചെല്ലുന്നു, പാവം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മൊമെന്റ് സരിക നന്നായിട്ട് പേടിച്ച് കാണണം. എനിക്ക് ആ ഒരു മൊമെന്റിൽ സരികയെ ഞാൻ കാണുമ്പോൾ ഇത് മൊത്തത്തിലെ കണ്ണൊക്കെ കെട്ടി. അപ്പോഴത്തേക്ക് സരികയ്ക്ക് മനസ്സിലായി ആ ഒരു അന്നേരത്തെ ആ ഒരു ഷോക്കിംഗ് മൊമെന്റ് സരികയ്ക്ക് ആ ഹൗസിലുള്ള എല്ലാവരുടെ അടുത്തും ഒന്ന് പറഞ്ഞിട്ട് പോകാൻ പോലും പറ്റിയില്ല. ഒരു സഡൻ എവിക്ഷൻ ആയിരുന്നു ഇന്നലെ നടന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയൊന്നും അല്ല. ഇന്ന് ഭയങ്കര ആചാരങ്ങളും ടാസ്കുകളും ഒക്കെ നടത്തിയിട്ടാണ് ഇന്നത്തെ എവിക്ഷൻ. അതും അത്രയും പേരെ ബാക്കി എവിക്റ്റഡ് ആകാനുള്ള അല്ലെങ്കിൽ ആ ഒരു നോമിനേഷനിലുള്ള എല്ലാവരെയും പിടിച്ചു നിർത്തി കണ്ണാടിയൊക്കെ കൊടുത്തിട്ട് കണ്ണാടിക്കകത്ത് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ നമ്പേഴ്സ് ഈ കണ്ണാടികൾ ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിന് ഷഫിൾ ചെയ്തിട്ടാണ് വെക്കുന്നത്. കാരണം നമ്പർ മാത്രമല്ലേ ഉള്ളൂ, പേരുകളൊന്നും ഇല്ലല്ലോ. അപ്പം ശാരിക KPയുടെ പേര് വന്നിരിക്കുന്നത് ഒനീലിന്റെ കണ്ണിലാണ്. എന്നാൽ ശൈത്യയുടെ പേര് വന്നിരിക്കുന്നത് ശാരികയ്ക്കുമാണ്. അപ്പോൾ ഒനീൽ സേവ്ഡ് ആണ്. ശൈത്യയുടെ ഒനീൽ സേവ്ഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒനീലിനകത്തുള്ള ശാരിക KP അതിൻ്റെ അപ്പുറത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു വൈറ്റ് കളറാണ് കാണിച്ചിരിക്കുന്നത്. ബാക്കി കുറേ പേർക്കൊക്കെ സേവ്ഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. എന്നാൽ അറ്റ് ദ സെയിം ടൈം ശാരികയുടെ കണ്ണിൽ വന്നിരിക്കുന്ന കണ്ണാടി അത് ശൈത്യയുടെ പേരെഴുതിയ ഒരു കണ്ണാടിയാണ്. അപ്പോൾ ഇവിടെ ഒരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിനകത്ത് ആര്യനെ പുരിക്കിന് മാത്രമല്ല, നമ്മുടെ ആര്യൻ ചിക്കൻ മഞ്ചൂരിയൻ എന്ന് പറഞ്ഞ ആര്യൻ മഞ്ചൂരിയൻ മാത്രമല്ല, ഒരു എവിക്ഷൻ കൂടി നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സീസൺ വന്നിട്ട് ഒരു ഡബിൾ എവിക്ഷൻ ഈ ഒരു ആഴ്ചയാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വൈൽഡ് കാർഡ് എൻട്രിക്കുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു വൈൽഡ് കാർഡ് എൻട്രിയുടെ പേരുകളൊക്കെ പുറത്ത് കുറേ പേര് പറയുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് എന്തോ ഒരു കൊമേഡിയൻ്റെ പേര് പറയുന്നുണ്ടായിരുന്നു, ഞാൻ പേര് മറന്നുപോയി. ഏതായാലും ശരി, അങ്ങനൊരു ഡബിൾ എവിക്ഷൻ നടക്കുന്ന സമയത്ത് ഒരാൾ പുതുതായിട്ട് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഒരു എവിക്ഷൻ പ്ലസ് ഒരു വൈൽഡ് കാർഡ് എൻട്രി സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കുറേ അധികം പ്രഡിക്ഷൻസ് ഒക്കെ ഇങ്ങനെ പുറത്ത് പറയുന്നുണ്ടെങ്കിലും ഒന്നും കൺഫേംഡ് ഒന്നും അല്ല. ഏതായാലും ശാരിക പോകുന്നതിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ വിഷമമുണ്ട്. കാരണം നല്ല രീതിയിൽ ഒന്ന് കളിച്ചു വരികയായിരുന്നു, എല്ലാവരും ഒന്ന് ഹാപ്പി ആയിരുന്നു. പിന്നെ ശൈത്യ ആണെങ്കിൽ ശരിക്കും വലിയൊരു നഷ്ടമായിരിക്കും. കാരണം ശൈത്യക്ക് ശരിക്കും പറഞ്ഞാൽ ക്യാപ്റ്റൻസി കളിക്കാനുള്ള ഒരു ക്യാപ്റ്റൻസി ടാസ്ക് വരെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും രണ്ടാളായാലും ഇപ്പോൾ കുറച്ചൊരു വിഷമം വരും. ഏതായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ ആരായിരിക്കും പോകുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.